ഹലോ നമസ്കാരം. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ രീതിയിലുള്ള അടിപൊളി നെയ്യ് ഉണ്ടാക്കാൻ പോണേ. ആ സ്മെല്ലും ആ ടേസ്റ്റും അതേപോലെ വരും. അതിനായിട്ട് ഞാനിവിടെ 4 അവൻമോറിന്റെ 4 അൺസാൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. അൺസാൾട്ടഡ് ആയിരിക്കണം ഇത് ഉണ്ടാക്കാനതിന് മുമ്പ് എടുക്കേണ്ടത് കേട്ടോ. ഇത് ഒരു പാക്കറ്റ് വരുന്നത് 275 ഗ്രാമാണ്. അങ്ങനെ 4 ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാവേ. ഇത് ക്വിക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാര്യം ഇതിന് പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്യാനൊന്നുമില്ല. ഇതെടുക്കുക, നമ്മുടെ പാനി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. ഇതിൻ്റെ ചൂട് കട്ടിയുള്ള പാത്രത്തിൽ ചൂടായി വരുമ്പോഴേക്കും ഇത് അതിൻ്റെ അകത്തോട് നമ്മൾ 4 അത് ഇട്ട് കൊടുക്കുകയാണ്. 4 ബട്ടറും ഇട്ട് കൊടുക്കുകയാണ്. അത് ഞാനിപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അതൊന്ന് മെൽറ്റായി വന്നു കഴിയുമ്പോഴേക്കും ഞാനത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുവേ. ഓക്കെ, അപ്പോഴത്തേണ്ട നമ്മുടെ ബട്ടർ ഇതേ കണ്ടോ നല്ല മെൽറ്റായിട്ട് വന്നിട്ടുണ്ടേ. പിന്നെ മേളിൽ കിടക്കുന്നുണ്ട് ഒരു സാധനം കൊണ്ടെങ്കിൽ തങ്ങി കിടക്കുന്നുണ്ടോ, അത് മിൽക്ക് സോളിഡ് ആണേ. ആ സാധനം എല്ലാം ഇങ്ങനെ പോയിട്ട് നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു നെയ്യ് കിട്ടുവേ. അതിന് ഇങ്ങനെ മെൽറ്റായി വന്ന ശേഷം ഇനിയും നമ്മളുണ്ടല്ലോ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിലിട്ട് അത് മറ്റേ നല്ല ക്ലിയർ ആവണം വരെ ഇങ്ങനെ ചെയ്യണേ. ഓക്കെ, ഞാനിത് കാണിച്ചു തരാവേ. ഒരു കാര്യമാണേ, അതിന് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിടല്ല. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും, അടി പിടിച്ച് കരിഞ്ഞു. പിന്നെ ഇത് ഇളക്കുകയും വേണ്ട, ഒന്നും ചെയ്യണം, ഇളക്കുകയും പിടിക്കുകയും ഒന്നും വേണ്ട. ലോ ഫ്ലെയിമിൽ അവിടെ കിടക്കണം. കാര്യം നമുക്ക് വേറെ എന്തെങ്കിലും കുക്കിംഗ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ബെസ്റ്റായിരിക്കും. നമുക്ക് സമയം സേവിങ് ആണ്, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റുമേ. ഓക്കെ, ഇതിൻ്റെ മേളിൽ കണ്ടോ ഇത് മിൽക്ക് സോളിഡ്സ് കണ്ടോ ഇങ്ങനെ വരുന്നത് കണ്ടോ. ഇതാ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്തതാണേ. ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണേ. ഓക്കെ, ഇത് റെഡി ആയി വരുമ്പോഴേക്കും ഇനി ഈ മേളിൽ കാണുന്ന ഈ മിൽക്ക് സോളിഡ്സ് ഇല്ലേ, ഇതെല്ലാം അടിയിൽ സെറ്റിലാവേ. അടിയിൽ സെറ്റിലായിട്ട് മേളിലത്തെ നമ്മുടെ ഈ നെയ്യ് ഇങ്ങനെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ തന്നെ നമ്മുടെ നെയ്യ് എടുക്കാനുള്ള പാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് തൂക്കി നോക്കാൻ വേണ്ടി പോകണേ. ഇതോടെ തൂക്കി നോക്കുമ്പോഴേക്കും കാണാമോ 713 ഗ്രാം ഉണ്ടേ. എന്നിട്ട് നമുക്ക് നോക്കാം, നമ്മൾ ഒഴിച്ച് നോക്കിയിട്ട് നോക്കാം എത്രയും വരുന്നുണ്ടെന്ന് വെയിറ്റ്. ഓക്കെ, അപ്പോൾ തന്നെ നമ്മുടെ ഈ നെയ്യ് ഉണ്ടോ നല്ല റെഡി ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടേ. ഇതിൻ്റെ അടിയിൽ കിടക്കുന്ന സാധനങ്ങളുണ്ടോ ചെറിയ പാർട്ടിക്കിൾസ്, അതെല്ലാം നമുക്ക് അരിച്ചെടുക്കണേ. അതിനുവേണ്ടി ഞാൻ ചെറിയൊരു അരിപ്പ് എടുത്തിട്ട് നമ്മുടെ ഈ പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കുകയാണേ. നമുക്ക് നോക്കാം നമുക്ക് എത്രയും കിട്ടിയിട്ടുണ്ടെന്നേ. എൻ്റെ ഈ ജാറ് കണ്ടോ, ഈ ജാറ് 1 ലിറ്ററിൻ്റെ ജാറാണ് ഇത്. അപ്പോൾ അതിൻ്റെ അകത്തോട് നമ്മളൊന്ന് ഒഴിച്ചെടുത്ത് നോക്കാവേ എത്രയും വരുന്നുണ്ടെന്നേ. കണ്ടോ, ഇത് കാണാൻ പറ്റും നല്ല ക്ലിയർ ആയിട്ട് നല്ല പ്യൂർ ആയിട്ടുള്ള സാധനമല്ലേ വരുന്നത്. കണ്ടോ, അടിപൊളിയല്ലേ. ഏകദേശം ഒരു 3/4 ലിറ്ററോളം വന്നിട്ടുണ്ടേ. അപ്പോൾ വേണ്ട ദേ കണ്ടോ അരിച്ച് ദേ നല്ല ക്ലിയർ ആയിട്ട് എടുത്തിട്ടുണ്ടേ. കണ്ടോ, ഇതിൻ്റെ ബാക്കി സെഡിമെൻറ്റ് പോലത്തെ സാധനമല്ല ഇതിൻ്റെ അകത്ത് വന്ന് കിടപ്പുണ്ട്. ദേ ഈ കണ്ടോ നല്ല പ്യൂർ അല്ലേ, നല്ല പെർഫെക്റ്റ് നല്ല ക്ലിയർ ആയിട്ടുള്ള നെയ്യ് കിട്ടേക്കുന്നുണ്ടോ. ഇതിൻ്റെ സ്മെല്ല് കണ്ടോണേ. അല്ല, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നല്ല കറക്റ്റ് നെയ്യില്ലേ, അതിൻ്റെ കറക്റ്റ് സ്മെല്ല്. അത് നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഇവിടുത്തെ മലയാള ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ച് നമുക്കതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഒരു ഗീയുടെ ഒരു ടേസ്റ്റും സ്മെല്ലും ഒക്കെ അല്ലേ വരുന്നത്. പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ ഫ്ലേവറിലാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആ സൂപ്പർ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോഴത്തേ നമ്മുടെ ഇതിൻ്റെ വെയിറ്റ് കൂടെ ഒന്ന് ജസ്റ്റ് നോക്കാൻ പോവാണേ. 712 ഗ്രാം അല്ലായിരുന്നു നമ്മൾ നേരത്തെ നമ്മുടെ ഇതിൻ്റെ മാത്രം കുപ്പി ജാറിൻ്റെ മാത്രം വെയിറ്റ് പറഞ്ഞു. ഇപ്പോഴത്തെ 1423 ഉണ്ട്. അപ്പോൾ 1423 നമ്മൾ 712 കുറച്ചിട്ട് എത്ര വരുന്നുണ്ട്. അപ്പോഴത്തേ കണ്ടോ ഞാൻ തൂക്കി കാണിച്ചിട്ടുണ്ടല്ലേ, ഏകദേശം ഒരു 3/4 കിലോളം നമുക്ക് നെയ്യ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ടെക്സ്ചർ ഇനിയിപ്പോൾ തണുത്ത് കഴിയുമ്പോഴേക്കും നല്ല കട്ടയായിട്ട് വരുവേ കേട്ടോ. അപ്പം നമുക്ക് ഇത് റെഡിയായി വന്നതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്യുമ്പോഴേക്കും ഞാൻ കാണിച്ചു തരാവേ. ഓക്കെ, ഇത് കണ്ടോ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയത് ഹോം മെയ്ഡ് നെയ്യാണേ. ഞാൻ പറഞ്ഞില്ലേ ഇത് കട്ടയായിട്ട് വരുമെന്ന്. ഇപ്പോഴത്തേണ്ട നമ്മളതൊന്ന് ഓപ്പൺ ചെയ്ത് ശരിക്കൊന്ന് കാണിച്ചു തരാവേ. ആ സൂപ്പർ. ഇപ്പോൾ സ്മെൽ. അപ്പം നമ്മൾ ആ നെയ്യ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴേക്കും അതിൻ്റെ മേളിൽ കിടന്ന ആ ഇതില്ലേ മിൽക്ക് സോളിഡ്സ് അതെല്ലാം കൂടെ അടിയിൽ അടിഞ്ഞു വന്നേ. അപ്പോൾ നമ്മൾ അത് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ പാത്രത്തിൻ്റെ അടിയിൽ വന്നതില്ലേ, അത് ഞാൻ ഒരു പാത്രത്തിലോട്ട് ഇങ്ങനെ ചെറിയ രീതിയിലോട്ട് ആക്കി എടുത്തിട്ടുണ്ടേ. ഇതിൻ്റെ നല്ല അടിപൊളി സ്മെല്ലാണേ. ഇത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാൻ പോണേ. ഉണ്ടോ, ഇത് നമ്മുടെ പേടയില്ലേ, അതായത് മധുരമില്ലാത്ത പേട. ഇതിനൂടെ കുറച്ച് മധുരം അടിക്കഴിഞ്ഞാൽ പക്ക പേട, ആ സെയിം ടേസ്റ്റ്. ഇത് കണ്ടോ, ഇത് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ടേ. അതായത് നമ്മൾ തീ വളരെ കുറച്ച് വെച്ചല്ലേ ഉണ്ടാക്കി, അല്ലാതെ തീ കൂട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ കരിഞ്ഞു പോവേ. ഈ സാധനം എടുത്തിട്ട് നമുക്ക് ചപ്പാത്തിയെ തേച്ച് കഴിക്കുമോ ബ്രെഡിൽ തേച്ച് കഴിക്കുകയൊക്കെ ചെയ്യാവേ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതായത് ഒരു കറക്റ്റ് നമ്മുടെ പേടയുടെ
ടേസ്റ്റാണ്. പേട നമ്മൾ കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് ഇല്ലേ, അതാണ്. പക്ഷേ ഇതിന് മധുരമില്ല. അപ്പം എനിക്ക് തോന്നുന്നത് ഷുഗർ ഫ്രീ ആയിട്ട് വേണം കഴിച്ചു നോക്കാമായിരിക്കും. എനിക്കിഷ്ടപ്പെടും, ഭയങ്കര ഇഷ്ടപ്പെടും, അടിപൊളിയാണ്. അപ്പോൾ സൂപ്പർ. ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതെടുത്ത് കളയരുത്, ഇതെടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ.